ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഫിൻലൻഡിലേക്കുള്ള യാത്രയിൽ ഷിപ്പിലെ വിശേഷങ്ങളാണ് കൂടുതലും പങ്കുവച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫിൻലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഫിൻലൻഡിൽ എത്തിച്ചേരുന്നതാണ്. അധികം ആരും ഡെക്കിലില്ല. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കുകളും അതോടൊപ്പം പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള തിരക്കിലുമായിരിക്കും. അങ്ങനെ നമ്മുടെ ഷിപ്പ് പോർട്ടിലെത്തി. വേറെയും 2 ഷിപ്പ് അവിടെ കിടപ്പുണ്ട് ആൾറെഡി. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫിൻലൻഡിന്റെ ഒരു ഹെൽസിങ്കി നഗരത്തിന്റെ നല്ലൊരു വ്യൂ ഉണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ആണ് ആ കാണുന്ന വൈറ്റ് ചർച്ചും ഈ റെഡ് ചർച്ചും. വൈക്കിംഗ് ലൈനിന്റെ 2 ഷിപ്പുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എസ്തോണിൽ നിന്നോ വേറെ ഏത് രാജ്യത്തു നിന്നോ വന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഷിപ്പ് ഹെൽസിങ്കിയിൽ എത്തിക്കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഫിൻലൻഡിലെ പ്രസിദ്ധമായ മൂമി എന്ന് പറഞ്ഞ കാർട്ടൂൺ കഥാപാത്രമാണ് അവനെ അടുത്ത് ഇപ്പോൾ ബൈ പറയുന്നത്. അപ്പോൾ നമ്മൾ ടെർമിനലിന്റെ പുറത്തിറങ്ങി. ഈ കാണുന്ന സിൽജ ലൈൻ എന്ന ഷിപ്പിലാണ് നമ്മൾ ഹെൽസിങ്കിയിൽ എത്തിയത്. ഇതാണ് ഹെൽസിങ്കിയുടെ ടെർമിനൽ വ്യൂ. അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി പനോരമ സൈറ്റ് സീയിങ് ആണ്. ഞങ്ങളിത് ഷിപ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ബുക്ക് ചെയ്തത്. ഏകദേശം 2 മണിക്കൂർ സൈറ്റ് സീയിങ് യാത്രയുണ്ട്. ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ടെർമിനലിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ബസ് സ്റ്റേഷൻ. അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പനോരമ സൈറ്റ് സീയിങ്ങിൽ അവർ ഒരുപാട് സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ മാപ്പിൽ നിന്ന് അത് മനസ്സിലാക്കാവുന്നതാണ്. ഫിൻലൻഡ് നഗരത്തിന്റെ റിച്ച് ഹിസ്റ്ററിയിലേക്കുള്ള ഒരു യാത്ര എന്നാണ് അവർ ഈ പനോരമ സൈറ്റ് സീയിങ്ങിനെ പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഓഡിയോ വിവരണവും ഏകദേശം ഒരു 11-12 ലാംഗ്വേജുകളിൽ ഈ ബസ്സിൽ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഹെഡ്സെറ്റ് അവർ തരുന്നതായിരിക്കും. ആ ഹെഡ്സെറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോകുന്നതോടൊപ്പം തന്നെ ഒരു സ്ഥലത്തൊരു സ്റ്റോപ്പുമുണ്ട്. വളരെ പുരാതനമായ ഒരു റോക്ക് ചർച്ച് എന്നറിയപ്പെടുന്ന ഒരു ചർച്ചിൽ സ്റ്റോപ്പുണ്ട്. ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് അവിടെ സ്റ്റോപ്പുമുണ്ട്.
ഇപ്പം നമ്മുടെ ബസ് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഒരു 15-20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ആളുകൾ റോക്ക് ചർച്ചൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ റോക്ക് ചർച്ചൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു സുവനീർ ഷോപ്പ് കണ്ടു. ബസ്സിലേക്ക് കയറാൻ ഇനി ഒരു 5 മിനിറ്റ്സ് ബാക്കിയുണ്ട്. അപ്പോൾ ആ സമയം ഞാനും അവനെയും കൂടെ പുറത്തൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. ബാക്ക്ഗ്രൗണ്ടിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ വളരെ നല്ല രസമുണ്ട്. ഇതൊരു അപ്പാർട്ട്മെന്റ് ആണെന്നാണ് തോന്നുന്നത്. ഹെൽസിങ്കി നഗരത്തിൽ തന്നെയുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും ബസ്സിൽ കയറി. അവനിക്ക് ചെറിയ ക്ഷീണമുള്ളത് കാരണം അവൾ ചെറുതായിട്ട് ഉറങ്ങി. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സൈറ്റ് സീയിങ്ങും നഗരത്തിലെ പ്രധാന ചില കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് തിരിച്ച് ഷിപ്പിലേക്ക് കയറാനുള്ള ടൈമായി. ഷിപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഒരു 3 പേര് അടങ്ങുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പ് പാട്ട് പാടുന്നതാണ്. I did
പാട്ടൊക്കെ എഴുതിയിട്ട് നേരെ ഷിപ്പിന്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്കാണ് പോകുന്നത്. വളരെയധികം പ്രമുഖ ബ്രാൻഡുകളുടെ സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ഡ്യൂട്ടി ഫ്രീ ആയതുകൊണ്ട് വളരെയധികം വിലക്കുറവുകളും മിക്കവാറുള്ള എല്ലാ ഐറ്റത്തിനും ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഷിപ്പിന്റെ ഡെക്കിലേക്ക് പോയി. അപ്പം വൈക്കിംഗ് ലൈനിന്റെ ഷിപ്പ് നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെയുണ്ട്. അതും തിരിച്ച് സ്റ്റോക്ക്ഹോമിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ച് സ്റ്റോക്ക്ഹോമിലെത്തും. കരകളുടെ വളരെ അടുത്തുകൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. 2 സൈഡിലും നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ 2 കരകളും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് കണക്ക് തന്നെ ജങ്കാർ സർവീസുകളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ജങ്കാർ അതിനുള്ളിൽ വാഹനങ്ങളൊക്കെ ആയിട്ട് മറ്റേ കരയിലേക്ക് പോകുന്നത്. രാവിലെ ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വന്നു. ഒരുപാട് ഐറ്റം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. ഒരുപാട് മീറ്റുകൾ, ചീസുകൾ, വെജിറ്റബിൾസ്, ബ്രെഡ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബുഫേ സിസ്റ്റമാണ്. നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് നമുക്ക് എടുത്തിട്ട് ടേബിളിൽ പോയി നമുക്കിരുന്ന് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവന് വീണ്ടും പോയി ഫേസ് പെയിന്റ് ചെയ്തു. മോമിൻ കഥാപാത്രമാണ് വീണ്ടും ചെയ്തത്. നമ്മൾ തിരിച്ച് സ്റ്റോക്ക്ഹോമിലെത്തി. അവിടെ വേറൊരു ഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. ബാൾട്ടിക് പ്രിൻസസ് എന്ന് പറഞ്ഞ സിൽജാലാൻഡ് തന്നെ വേറൊരു ഷിപ്പാണ്. ഈ ഷിപ്പാണ് എസ്തോണിയയിലേക്ക് പോകുന്നത്. എസ്തോണിയയുടെ തലസ്ഥാനമായ താലിൻ ആണ് ഇതിന്റെ ഡെസ്റ്റിനേഷൻ.